കർത്താവിൻ്റെ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹെവൻലി വോയിസിൻ്റെ പ്രേക്ഷകർക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. ദൈവവചനത്തിൻ്റെ ചുറ്റാകെയായിരിക്കുന്നത് നമുക്ക് ഏറ്റവും സന്തോഷകരവും ആനന്ദകരവുമായ കാര്യമാണ്. ജീവിതത്തിൽ പ്രത്യാശ തരുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. മനുഷ്യരായ നമ്മളെല്ലാം ആശ്രയ ജീവികളാണ്. നമുക്ക് മറ്റുള്ളവരുടെ സഹവർത്തിത്വവും സഹകരണവും സ്നേഹവും ഒക്കെ നമുക്ക് ആവശ്യമുണ്ട്. മരങ്ങളിൽ പടർന്നു പിടിച്ച് കിടക്കുന്ന ചില വള്ളികളെ പോലെയാണ് മനുഷ്യർ. ആ വള്ളികൾ ആ മരത്തിൽ പടർന്നു പിടിക്കുമ്പോൾ അതിനൊരു അസ്തിത്വമുണ്ട്. എന്നാൽ അതിൻ്റെ അട്ടക്കാലൊക്കെ പറിഞ്ഞു മാറി താഴേക്ക് വീഴുമ്പോൾ അതൊരു വലിയ പതനമായിട്ടാണ് അതിനെ ഭാവിക്കുന്നത്. മനുഷ്യന് സഹായം വേണം, പ്രതീക്ഷ വേണം, പ്രത്യാശ വേണം, കൈതാങ്ങൽ വേണം, സപ്പോർട്ട് വേണം. ഇങ്ങനെയൊക്കെ അനുഭവിച്ചുകൊണ്ടാണ് മർത്യരായ നമ്മൾ മുമ്പോട്ട് പോകുന്നത്. എന്നാൽ ഈ ലോകത്തിൻ്റെ താങ്ങുകളിലോ ഈ ലോകത്തിൻ്റെ സഹായഹസ്തങ്ങളിലോ നമുക്ക് സ്ഥിരമായിട്ട് ആശ്രയിക്കാൻ സാധിക്കുകയില്ല. കാരണം ആരും നമ്മളെ അതുപോലെ നിരന്തരം സഹായിച്ചെന്ന് വരികയില്ല. അപ്പോഴും നമ്മുടെ പ്രത്യാശ നമ്മൾ മുറുകെ പിടിക്കേണ്ടത് ദൈവത്തിൻ്റെ വചനത്തിലും അതിലെ വാഗ്ദത്തങ്ങളിലുമാണ്. അതുപോലൊരു വാക്യമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയും. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവനാമത്തിന് മഹത്വം. ബാബിലോണിയ ശക്തികൾ യെരുശലേമിലെ യഹൂദന്മാരെ അവിടെ നിന്ന് പ്രവാസികളായി പിടിച്ചുകൊണ്ടുപോയി. അവരുടെ ആലയവും ദേശവുമെല്ലാം അമ്പാടെ നശിപ്പിച്ചിട്ട് ശ്രേഷ്ഠതയുള്ള കുലീനന്മാരായ നല്ല കുടുംബത്തിൽ പിറന്ന കാര്യശേഷിയുള്ള പ്രാപ്തിയുള്ളവരെ പറക്കിത്തിരിഞ്ഞ് അവര് ബാബേലിലേക്ക് കൊണ്ടുപോയി. അവരിപ്പോൾ അവിടെ പ്രവാസികളാണ്. എന്നാൽ പറക്കിത്തിരിഞ്ഞിട്ടതുപോലെ ഒരു കൂട്ടം ശേഷിപ്പ് ഇപ്പോഴും അവിടെ യെരുശലേമിൽ ശേഷിക്കുന്നുണ്ട്. അവർ വലിയ കഷ്ടതയിലാണ്, വലിയ ബുദ്ധിമുട്ടിലാണ്. എല്ലാം തകർത്തിട്ടിരിക്കുന്ന മണ്ഡലങ്ങളിൽ ജീവിതം തന്നെ ദുസ്സഹമായി അവരവിടെ കഴിയുകയാണ്. ഈ ബാബിലോണി പ്രവാസത്തെക്കുറിച്ച് യെരമ്യാ പ്രവാചകൻ മുൻകൂട്ടി മുന്നറിയിപ്പ് കൊടുത്തിട്ടുള്ളൊരു കാര്യമാണ്. അവരുടെ ജീവിതം വഴിവിട്ടു പോയപ്പോൾ, ദൈവത്തിൻ്റെ വഴികളിൽ നിന്നും അവർ വ്യതിചലിച്ചു പോയപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു പ്രവാസത്തിലേക്ക് പോകേണ്ടി വരുമെന്ന്, അതൊരു ശിക്ഷയാണെന്ന് മുന്നറിയിപ്പ് യെരമ്യാ പ്രവാചകൻ കൊടുത്തതാണ്. പക്ഷെ അവർക്ക് കേൾക്കാനുള്ള കാതുണ്ടായില്ല, അത് സ്വീകരിക്കാനുള്ള ഹൃദയമുണ്ടായില്ല. അതുപോലെ തന്നെ യെരമ്യാ പ്രവാചകന്റെ പ്രവചനങ്ങൾ നിറവേറി. ഇപ്പോൾ പ്രവാസത്തിൽ ആയിരിക്കുന്നു, അന്യദേശത്ത്. വല്ല സ്വാതന്ത്ര്യമുണ്ടോ? ആരാധനാലയമില്ല, യാഗങ്ങളില്ല, യാഗകർമ്മങ്ങളില്ല, പൗരോഹിത്യ കർമ്മങ്ങൾ നടത്തുവാൻ നിവൃത്തിയില്ല. മാത്രമല്ല, സ്വന്തമല്ലാത്തൊരു ദേശത്ത് യെരുശലേമിൽ എന്ന പോലെ അവർക്ക് ദൈവത്തെ ആരാധിക്കാൻ മനസ്സിന് സന്തോഷമില്ല. അങ്ങനെ വല്ലാത്തൊരു അരിഷ്ടതയിൽ കഴിയുന്ന ആ ജാതിയുടെ ഏറ്റവും വലിയ ഭാവി പ്രത്യാശ എന്നുള്ളത് വീണ്ടും അവരെ സ്വന്തം നാടിനെ മടക്കി കിട്ടുക എന്നുള്ളതാണ്. അവരെ നാട്ടിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ്. അവരതിനുവേണ്ടി ഇങ്ങനെ തത്രപ്പാടുപെടുകയാണ്. അങ്ങനെ സംഘർഷഭരിതമായ മാനസിക അവസ്ഥയോടുകൂടെ എന്നാണ് ഞങ്ങൾക്കൊരു വിടുതലുണ്ടാകുന്നത് എന്ന ചിന്തയോടുകൂടെ കഴിയുന്ന പ്രവാസികൾക്കുള്ളൊരു കത്താണ് വാസ്തവത്തിൽ ഈ യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ 29-ാം അധ്യായം. ദൈവത്തിൻ്റെ പ്രവാചകൻ ദൈവം കൊടുത്ത ചില അരുളപ്പാടുകൾ പ്രവാസികളോട് അറിയിക്കുകയാണ്. ആ വാക്യം എങ്ങനെയാണ്? നിങ്ങൾ പ്രത്യാശിക്കുന്ന ഒരു ശുഭഭാവി വരുവാൻ തക്കവണ്ണം
ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയും. മൈ തോട്ട്സ് ഫോർ യു, എൻ്റെ ചിന്തകൾ, നിങ്ങളെക്കുറിച്ചുള്ള എൻ്റെ നിരൂപണങ്ങൾ. എനിക്കതിനെക്കുറിച്ച് നല്ല വ്യക്തതയുണ്ട്. എനിക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തയുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളെക്കുറിച്ചാണ്. നിങ്ങളുടെ പ്രത്യാശ മുഴുവൻ ഒരു ശുഭഭാവി വരുവാൻ വേണ്ടി നിങ്ങൾ ആലോചിച്ചും ചിന്തിച്ചും നിൽക്കുകയാണ്. അവിടെ നിങ്ങളുടെ ചിന്ത എന്താണ്? ഞങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ആരുമില്ല, എനിക്ക് വേണ്ടി ചിന്തിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരും എനിക്ക് വേണ്ടി കരുതുന്നില്ല, എൻ്റെ കാര്യം ആരും ഗൗനിക്കുന്നില്ല, എന്നെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല, എൻ്റെ വേദന മനസ്സിലാക്കാൻ ആരുമില്ല എന്നൊക്കെ ഒത്തിരി പരാതികൾ പറയുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ആ സാഹചര്യത്തിൽ അവരോട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ അങ്ങനെ ചിന്തിക്കണ്ട, നിങ്ങളെക്കുറിച്ച് എനിക്ക് ചിന്തയുണ്ട്. ഞാൻ നിങ്ങളെക്കുറിച്ച് കരുതുന്ന ദൈവമാണ്, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ദൈവമാണ്. ആ ചിന്ത നിങ്ങൾ വിചാരിക്കുന്നത് പോലെ തിന്മയ്ക്കല്ല, അത് നന്മയ്ക്കാണ്. ഒരു ശുഭഭാവി നിങ്ങൾക്ക് വരാൻ വേണ്ടിയാണ് ഞാൻ ഓരോ ദിവസവും പ്ലാനും പദ്ധതികളും ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവം നമ്മെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നുള്ളത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആശ്വാസവചനമല്ലേ? തീർച്ചയായും സ്തോത്രം. ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അബ്രഹാമിൻ്റെ ഭാര്യ സാറായുടെ ദാസി ഹാഗാർ, അവിടുത്തെ നല്ല അനുസരണയുള്ള അച്ചടക്കമുള്ള അവരുടെ യജമാനത്തിക്ക് വിധേയയായ വളരെ സൗമ്യതയുള്ള ഒരു പെൺകുട്ടിയായിരുന്നു, ദാസിയായിരുന്നു. പക്ഷേ ഒരു ദിവസം അബ്രഹാമും സാറായും കൂടെ മക്കളില്ലാത്ത അവരുടെ ജീവിത സാഹചര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ നാട്ടിലെ പതിവൊക്കെ അനുസരിച്ച് അബ്രഹാമിനോട് സാറ തന്നെയാണ് പറഞ്ഞത്, നമുക്ക് തലമുറ വേണം, എനിക്കോ അതിനുള്ള കഴിവില്ല, അതുകൊണ്ട് ദൈവം നമുക്ക് വാഗ്ദത്തമൊക്കെ തന്നിട്ടുണ്ട്, ഇപ്പോൾ എത്രയോ വർഷങ്ങളായി, അതൊന്നും നിറവേറുന്നില്ല, അതുകൊണ്ടൊരു വഴി ഞാൻ കാണുന്നുണ്ട്, എന്തുകൊണ്ട് ഹാഗാറിലൂടെ നമുക്കൊരു തലമുറയെ സ്വീകരിച്ചുകൂടാ? ഒത്തിരി നിർബന്ധിച്ചപ്പോൾ അബ്രഹാമിനും അതിന് വഴങ്ങേണ്ടി വന്നു. ആ വളരെ താഴ്മയുള്ള വിനയമുള്ള ആ ഹാഗാറിനെ അബ്രഹാം തൻ്റെ തലമുറയ്ക്ക് വേണ്ടി തൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുകയാണ്. അങ്ങനെ അബ്രഹാമിൻ്റെ തലമുറയെ ഹാഗാർ ഉദരത്തിൽ വഹിക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ സ്വഭാവം ആകെ മാറിപ്പോയി. അവളുടെ യജമാനത്തിയായ സാറ അവളുടെ കണ്ണിന് മുമ്പിൽ നിന്ദിതയായി എന്ന ബൈബിളിൽ നമ്മൾ വായിക്കുന്നു. ഇതാണ് മനുഷ്യർക്ക് പറ്റുന്ന ഒരു വലിയ അബദ്ധം. എന്തെങ്കിലും ഒരു നന്മ കിട്ടുമ്പോൾ, എന്തെങ്കിലും ഒരു സാഹചര്യങ്ങൾക്ക് വ്യത്യാസം വരുമ്പോൾ, നമ്മുടെ സ്ഥിതി ഒന്ന് മാറി എന്ന് നമുക്ക് തോന്നുമ്പോൾ നമ്മൾ ആകെപ്പാടെ അമ്പരന്ന് പോവുകയും അധികപ്പറ്റായി അതിഭാവുകത്തിൽ ചിന്തിക്കുകയും തന്നെത്താൻ വലിപ്പം കാണിക്കുകയും ചെയ്യുന്ന ഒരു പൊട്ടത്തരം മനുഷ്യർക്കൊണ്ട് യജമാനത്തിയായ സാറായ അവളുടെ കണ്ണിന് നിന്ദിതയായി. ആ നിന്ന സഹിക്കവയ്യാത്ത അന്തരീക്ഷത്തിലേക്ക് എത്തി. ഒരുതരം അവഗണന. സാറയ്ക്കാണെങ്കിൽ തലമുറയില്ലാത്ത വേദന നെഞ്ചിൽ നീറ്റിലുമായി നടക്കുന്ന ഒരു സ്ത്രീയാണ്. എല്ലാ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നെങ്കിലും ഹൃദയത്തിലെ വിങ്കലുമായിട്ടാണ് ആ സഹോദരി നടക്കുന്നത്. അങ്ങനെയുള്ള ഒത്തിരി സഹോദരിമാർ നമ്മുടെ ചുറ്റുമുണ്ട്. സ്തോത്രം. എന്തെല്ലാം ഉണ്ടെങ്കിലും, ഒരുപാട് സ്വത്തുണ്ടെങ്കിലും, എല്ലാ ജീവിത സാഹചര്യമുണ്ടെങ്കിലും ഒരമ്മയാകാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു സ്ത്രീക്കുണ്ടാകുന്ന വേദന എത്ര വലിയതാണല്ലേ? ആ വേദന അനുഭവിക്കുന്ന എത്രയോ പേരുണ്ട്. അതെല്ലാം മൂടി വെച്ച് അവർ ചിരിച്ച് എല്ലാവരോടും വളരെ മാന്യമായിട്ടൊക്കെ സംസാരിച്ചിരിക്കാം. പക്ഷേ അതൊക്കെ അവരുടെ കുടുംബ മഹിമയായിട്ട് നമ്മൾ കാണണം. അവരുടെ ക്യാരക്ടറിലെ പ്രത്യേകതയാണത്. അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാപിച്ചൊരു കൃപയായിട്ട് വേണം അതിനെ കരുതാൻ. പക്ഷെ അതുകൊണ്ട് ആ വേദന ഇല്ലെന്ന് വിചാരിക്കരുത് കേട്ടോ. ആ വേദനയിലാണ് ഹാഗാർ എപ്പോഴും കുത്തി വേദനിപ്പിക്കുന്നത്. ആ മുറിവിലാണ് എപ്പോഴും നോവുണ്ടാക്കുന്നത് ഹാഗാർ തൻ്റെ പെരുമാറ്റങ്ങൾ കൊണ്ട്. പ്രിയമുള്ളവരെ, വിശുദ്ധ റോമാലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്നൊരു കാര്യമുണ്ട്. നമ്മൾ ഭയം കാണിക്കേണ്ടവർക്ക് ഭയം കാണിക്കണം, ബഹുമാനം കൊടുക്കേണ്ടവർക്ക് ബഹുമാനം കൊടുക്കണം, ചുങ്കം കൊടുക്കേണ്ടവർക്ക് ചുങ്കം കൊടുക്കണം, കരം കൊടുക്കേണ്ടവർക്ക് കരം കൊടുക്കണം. എല്ലാവർക്കും നാം കടപ്പെട്ടിരിക്കുന്നത് ചെയ്യണം. അതാണ് ക്രിസ്ത്യൻ കൾച്ചർ എന്ന് പറയുന്നത്. ക്രിസ്ത്യൻ ക്യാരക്ടർ അതാണ്, ക്രിസ്ത്യാനിറ്റി അതാണ്. സ്തോത്രം. ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനാകയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിനെന്നല്ലേ നമ്മുടെ കർത്താവ് നമ്മെ പഠിപ്പിച്ചത്.
അപ്പോൾ ഓരോരുത്തർക്കും നമ്മൾ എങ്ങനെ പെരുമാറണം, ഓരോരുത്തരോടും എങ്ങനെ പെരുമാറണം എന്ന് തീർച്ചയായും ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സ്തോത്രം. അമ്മയോട് പെരുമാറേണ്ടത് എങ്ങനെ, സഹോദരിമാരോട് എങ്ങനെ പെരുമാറണം, ഇളയ സഹോദരിമാരോട് എങ്ങനെ പെരുമാറണം, ആമേസ്തോറും മുതിർന്ന പ്രായമായവരോട് എങ്ങനെ പെരുമാറണം, ഇതൊക്കെ എത്ര കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് വിശുദ്ധ ബൈബിളിൽ. പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് ഇതൊന്നും അറിയത്തില്ല. അവർക്ക് എല്ലാവരോടും നേരെയും കലിപ്പായിട്ട് നിൽക്കുന്നത്, അരോഗ്യൻ്റായിട്ട് പെരുമാറുന്നത് ഏതാണ്ട് വലിയ ഹീറോയിസമായിട്ട് കണക്കാക്കുന്ന ഒരു തലമുറയിലേക്ക് നമ്മൾ വന്നിരിക്കുക. പോകട്ടെ, ഹാഗാറിന് അബദ്ധം പറ്റി. ഹാഗാർ എല്ലാ മാന്യതയും നഷ്ടപ്പെടുത്തിക്കൊണ്ട് സാറായെ പ്രകോപിപ്പിക്കുകയാണ്, ട്രിഗർ ചെയ്യുകയാണ്. അവസാനം എന്താ ഉണ്ടായത്? സാറ ഒരു മുതിർന്ന സ്ത്രീയല്ലേ, അവരെത്രയോ വർഷങ്ങളുടെ അനുഭവ സമ്പത്ത് അവർക്കുണ്ട്, എത്രയോ ദാസിദാസന്മാരെ കൺട്രോൾ ചെയ്ത് കൊണ്ടു നടക്കുന്ന ഒരു സ്ത്രീയാണ് അവര്, ലീഡർഷിപ്പ് അവർക്കുണ്ട്. അവരോടടുത്ത് വേലത്തരമെടുത്താൽ അതിനെങ്ങനെ പ്രതിവിധി ചെയ്യണമെന്ന് അറിയാത്ത ആളല്ലല്ലോ സാറ. പക്ഷേ സാറായും അല്പമൊന്ന് കഠിനമായി പെരുമാറിയപ്പോൾ ഹാഗാറിന് അവിടുന്ന് ഇറങ്ങി പോകേണ്ടി വന്നു. ഒരു ദിവസം ഗർഭിണിയായ സഹോദരി സഹിക്കവയ്യാതെ, സ്തോത്രം, ആ വീട് വിട്ടിറങ്ങുകയാണ്. സഹോദരിമാർ ഉടക്കാൻ തുടങ്ങിയാൽ ആ വീട് പുകയും എന്നുള്ളത് ഞാൻ പ്രത്യേകം ആരോടും പറയണ്ട. സ്തോത്രം. അവരോട് സൗമ്യമായി പെരുമാറുന്നതാണ് ഏറ്റവും നല്ലത്. അവര് കൺട്രോൾ വിട്ടു കഴിഞ്ഞാൽ പിന്നെ ആ വീട് തീ കത്തും, അത് ഉറപ്പാണ്. അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു ഹാഗാറിന്. അത്രമാത്രം സാറ കഠിനമായിട്ട് ഹാഗാറിനോട് പെരുമാറി. അങ്ങനെ ഗർഭിണിയായവൾ എങ്ങോട്ടെങ്കിലും ഓടിപ്പോകാൻ വേണ്ടി ഓടിപ്പോകുന്ന പോക്കിലാണ് ദൂതൻ പ്രത്യക്ഷമാകുന്നത്. സാറായുടെ ദാസിയായ ഹാഗാറേ, നീ എങ്ങോട്ടാ പോകുന്നേ? സ്തോത്രം എന്ന് ചോദിച്ചുകൊണ്ട് ആ ദൂതൻ വന്നിട്ട് പറയാം, നീ പോയി മടങ്ങിപ്പോയി യജമാനത്തിക്ക് കീഴടങ്ങിയിരിക്കണം. സ്തോത്രം. എന്നിട്ട് തൻ്റെ തലമുറയെക്കുറിച്ച്, ഭാവിയെക്കുറിച്ച് ശക്തമായ ചില പ്രവചന ദൂതുകളും ഹാഗാറിന് കൊടുക്കുകയാണ്. സ്തോത്രം. അവിടെ ദൂതൻ പ്രത്യേകം ഓർപ്പിച്ചൊരു കാര്യമുണ്ട്. ഇതിൻ്റെ യജമാനത്തിയായ സാറായ്ക്ക് കീഴടങ്ങിയിരിക്കണം. സ്തോത്രം. ഒരു പാഠം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നമ്മുടെ സ്ഥിതിയൊക്കെ മാറ്റാൻ ദൈവത്തിന് പ്രത്യേകമായ പദ്ധതിയും ഉദ്ദേശങ്ങളുമുണ്ട്. ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. സ്തോത്രം. അതുവരെ കാത്തിരിക്കേണ്ട ക്ഷമ നമ്മൾ കാണിക്കേണ്ടതുണ്ട്. ഇവിടെ പറഞ്ഞത് അത് തന്നെയല്ലേ? സ്തോത്രം. നീ പോയി സാറായ്ക്ക് കീഴടങ്ങിയിരിക്കുക. നമ്മൾ താഴ്ന്നിരിക്കേണ്ട ഒരു കാലമുണ്ട്, നമ്മൾ സൗമ്യമായിരിക്കേണ്ട ഒരു സമയമുണ്ട്, നമ്മൾ കീഴടങ്ങിയിരിക്കേണ്ട ഒരു സമയമുണ്ട്. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്നറിഞ്ഞുകൊള്ളുക എന്ന വചനപ്രകാരം നമ്മൾ സൈലന്റ് ആകേണ്ട ഒരു സമയമുണ്ട്. അത് കഴിയുമ്പോൾ ആ കറക്റ്റ് സമയത്ത് ഒരു സെക്കൻഡ് പോലും മുമ്പോട്ട് പോകാതെ പിന്നോട്ട് പോകാതെ ദൈവം നമ്മെ പുറത്തെടുക്കും. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കണം. എടുത്തു ചാടരുത്, അസഹ്യത കാണിക്കരുത്, പിടഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. സ്തോത്രം. ദൈവം എല്ലാ സമയത്തും എല്ലാറ്റിനും ഒരു സമയം വെച്ചിട്ടുണ്ട്. ദൈവം തൻ്റെ കൃത്യമായ ഘടികാരമനുസരിച്ചാണ് ഈ ഭൂമിയിൽ പ്രവർത്തിക്കുന്നത്. ഓരോ മനുഷ്യൻ്റെയും കാലഗതികളിൽ ദൈവത്തിന് കൺട്രോളുണ്ട്. ദൈവം അത് നിയന്ത്രിക്കുന്നത് ദൈവത്തിൻ്റെ സമയമനുസരിച്ചാണ്, ദൈവത്തിൻ്റെ ഘടികാരമനുസരിച്ചാണ്. പോയി കീഴടങ്ങിയിരിക്കാൻ പറഞ്ഞു. പോകേണ്ടി വന്നു. പക്ഷെ ഹാഗാർ അവിടെ പറയുന്നൊരു കാര്യം ഊന്നി പറയാനാണ് ഞാൻ പറഞ്ഞത്. സ്തോത്രം. ഹാഗാർ പറയാം, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കാണുന്നു. ആ വാക്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്തോത്രം. ഹാഗാർ വിചാരിച്ച് അബ്രഹാമിന്റെ വീട്ടിൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഒരുമിച്ച് കൂടുമ്പോൾ സ്തോത്രം ദൈവസാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്. ആ ദൈവം അബ്രഹാമിന്റെ വീട്ടിൽ മാത്രമേ ഉള്ളെന്നാണ് ഹാഗാർ അങ്ങനെ വിചാരിച്ചിരുന്നോ? എനിക്കറിയത്തില്ല. അല്ലെങ്കിൽ പിന്നെ ഈ ചോദ്യത്തിനാ ചോദിക്കുന്നത്. ആ ദൈവം അബ്രഹാമിന്റെ വീട്ടിൽ മാത്രമേ ഉള്ളൂ. ആ ദൈവത്തിന് അബ്രഹാമിനോടും സാറയോടും മാത്രമേ ഇഷ്ടമുള്ളൂ. സ്തോത്രം. പക്ഷെ ഇന്നൊരു കാര്യം മനസ്സിലാക്കി. ഈ വിജനമായ സ്ഥലത്ത് ഞാൻ ആ വീട് വിട്ടിറങ്ങി പ്രാണരക്ഷാർത്ഥം ഞാൻ ഓടി രക്ഷപ്പെടുമ്പോൾ സ്തോത്രം, ആ ദൈവത്തിന്റെ ദൂതൻ എൻ്റെ മുമ്പിലിതാ നിൽക്കുന്നു. സ്തോത്രം. എന്നെ കാണുന്നവൻ, എന്നെ ഇതിനു മുമ്പും കണ്ടിട്ടുള്ളവൻ, ഈ വിജനതയിൽ, ഈ ഒറ്റപ്പെട്ട നിമിഷത്തിൽ എല്ലാവരാലും കൈവിടപ്പെട്ടവളെ പോലെ നിരാലംബയായി ചോദ്യചിഹ്നമായി നിൽക്കുന്ന എന്നെ അങ്ങ് കാണുന്നു. അവൾ ആശ്ചര്യത്തോടു കൂടെ ചോദിക്കുന്നത്. സ്തോത്രം. ഞാൻ പറയട്ടെ,
തീർച്ചയായും ഹാഗാറെ, നിന്നെക്കുറിച്ചും ദൈവത്തിൻ്റെ ചിന്തയുണ്ട്, ദൈവത്തിൻ്റെ വിചാരമുണ്ട്, ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്, ദൈവത്തിന് ഉദ്ദേശങ്ങളുണ്ട്. ആമേൻ. ദൈവം ആരും നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നവനല്ല. സ്തോത്രം. ആമേൻ. അതുകൊണ്ട് ഇന്ന് ആമേൻ ഒരു കാര്യം മനസ്സിലാക്കുക. നിങ്ങളെല്ലാവരും പറഞ്ഞേക്കാം, ആരും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നൊരു പക്ഷേ നിങ്ങൾ വിചാരിച്ചേക്കാം. പക്ഷേ കർത്താവ് നിങ്ങളെക്കുറിച്ച് വിചാരിക്കുന്നുണ്ട്. ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് പദ്ധതികളുണ്ട്. ദൈവം നിങ്ങളെക്കുറിച്ചുള്ള ചിന്തയിലാണ്. നിങ്ങളെ ഏത് ലെവലിലേക്ക് ഉയർത്താമെന്ന് ദൈവം അവിടെ പദ്ധതികൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ യോസേപ്പിനെ കൂടെ പരിചയപ്പെടുത്തിയിട്ട് എൻ്റെ ലഘു സന്ദേശം ഞാൻ അവസാനിപ്പിക്കാം. യോസേപ്പ് ചെറുപ്പത്തിലേ ദർശനം കണ്ട ഒരു മനുഷ്യനാണ്. ആമേൻ. സ്തോത്രം. തന്നെ പ്രതികരിക്കുന്ന ഒരു കറ്റ, ആമേൻ, അതിനു മുമ്പിൽ മറ്റ് സഹോദരന്മാരുടെ കറ്റകളൊക്കെ വണങ്ങിക്കിടക്കുന്ന ചിത്രം. ആമേൻ. മാതാവും പിതാവും അടക്കം സഹോദരങ്ങളടക്കം തന്നെ വന്ദിക്കുന്ന ദർശനം, ഇതൊക്കെ കണ്ട മനുഷ്യനാണ്. പക്ഷേ ദർശനത്തിനനുസരിച്ച് എല്ലാ കാര്യങ്ങളൊക്കെ നടന്ന് നമുക്കറിയാം. സ്തോത്രം. എല്ലാം പ്രതികൂലമായിരുന്നു. ആപത്തുകൾ, അനർത്ഥങ്ങൾ. ആമേൻ. സ്തോത്രം. തട്ടിക്കളയാൻ സഹോദരന്മാർ ഒരുങ്ങിയ സമയം അവിടെ നിന്ന് ഭാഗ്യംകൊണ്ട് പൊട്ടക്കണ്ണിൽ രക്ഷപ്പെട്ട് ഇസ്മായിലെ കച്ചവടക്കാരുടെ കയ്യിൽ അകപ്പെട്ടു. ഒരു അടിമയെ പോലെ ഇഴച്ചും വലിച്ചും അവർ മിസ്രൈമിൽ കൊണ്ടുപോയി. ആമേൻ. വിറ്റു. ആമേൻ. പൊത്തിഫേറിന്റെ ഭവനത്തിൽ അവിടെ ചെന്നപ്പോഴും ദാസന്മാരുടെ ഹീറോ ആയി മാറി. അവിടുത്തെ ലീഡർഷിപ്പിലേക്ക് വന്നു. സ്തോത്രം. അവിടെ വെച്ച് ആമേൻ ചെയ്യാത്ത കുറ്റത്തിന് അപവാദം കേൾക്കേണ്ടി വന്നു. അപവാദം കേട്ട് ആമേൻ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ അടയ്ക്കപ്പെട്ടു. ഇത്രയൊക്കെ സംഭവ വികാസങ്ങളിലൂടെ, അനിഷ്ട സംഭവങ്ങളിലൂടെ, ഇഷ്ടമില്ലാത്ത സാഹചര്യങ്ങളിലൂടെ ഒക്കെ കടന്നു വന്നിട്ടും നമ്മൾ വായിക്കുന്നൊരു കാര്യമുണ്ട്. ആ തടവറയ്ക്കകത്ത് കിടന്ന അപ്പക്കാരുടെ പ്രമാണിയെയും പാനപാത്രവാഹനെയും ആമേൻ അവർ ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠാകുലരായപ്പോൾ അവരുടെ ഭാവിയെക്കുറിച്ച് വെളിപ്പാട് പറയുവാനുള്ള കൃപയുണ്ടായിരുന്നു യോസേപ്പിന്. തിക്താനുഭവങ്ങൾ ഏറെ കഴിഞ്ഞതാണ്. ഒറ്റപ്പെടലിൻ്റെ നിമിഷങ്ങളാണ്. മനസ്സ് മടുത്ത് ക്ഷീണിച്ച് മനസ്സിടിഞ്ഞ് ജീവിക്കേണ്ട ഒരു ചെറുപ്പക്കാരനാണ്. പക്ഷേ ആ സമയത്തും തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം വിപരീത അനുഭവങ്ങളായിട്ടും അതിന് നടുവിൽ തൻ്റെ കൃപ ചോർന്നു പോയില്ല. തൻ്റെ കൃപ തനിക്ക് നഷ്ടപ്പെട്ടില്ല. ആമേൻ. അത് ജ്വലിപ്പിച്ചു. ആ കൃപയിൽ താൻ നിന്നു. ഞാനൊരു കാര്യം പറയട്ടെ. സ്തോത്രം. ആമേൻ. നിങ്ങൾക്ക് ഇപ്പോൾ ഇഷ്ടമില്ലാത്ത ജീവിത സാഹചര്യങ്ങളിലൂടെ ആയിരിക്കാം, കഠിനമായ ജീവിത സാഹചര്യങ്ങളിലൂടെ ആയിരിക്കും നിങ്ങൾ കടന്നു പോകുന്നത്. ആമേൻ. സ്തോത്രം. പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളായിരിക്കാം ജീവിതത്തിൽ നേരിട്ടത്. ആമേൻ. ഇല്ലാക്കഥകൾ പാടി മനുഷ്യർ നിങ്ങളെ ആക്ഷേപിച്ചിരിക്കാം. അപവാദങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ച് നിങ്ങളെ വ്യക്തിഹത്യ നടത്തിയിരിക്കാം. ഒത്തിരി വേദനിച്ച് ഹൃദയം കീറി പറഞ്ഞ് നുറുങ്ങിയിരിക്കുന്ന ഒരവസ്ഥയിലായിരിക്കാം. മുറിപ്പാടുകളിൽ ചോരി ഒഴുകുന്നത് പോലെ തീവ്ര വേദനയുടെ നടുവിൽ നിങ്ങളായിരിക്കാം. പക്ഷേ എനിക്ക് നിങ്ങളോട് ഇതൊന്ന് പറയാനുണ്ട്. കഴിയുമെങ്കിൽ കൃപ നഷ്ടപ്പെടുത്തരുത്. പരിശുദ്ധാത്മാവിനെ നഷ്ടപ്പെടുത്തരുത്. ദൈവം തന്ന കൃപാവരം നഷ്ടപ്പെടുത്തരുത്. അത് ജ്വലിപ്പിക്കാമെങ്കിൽ വിടുതൽ നിങ്ങളുടെ മുമ്പിലുണ്ട്. നിങ്ങളെ ഈ തകർച്ചയിൽ നിന്നൊക്കെ കൈപിടിച്ചുയർത്തി ആമേൻ നിന്ദിച്ചവിടെ മുമ്പാകെ ആമേൻ മാനത്തോടെ നിർത്തുവാൻ കഴിയുന്ന ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. സ്തോത്രം. പാനപാത്രവാഹനെ ജോലിയിലേക്ക് തിരിച്ചെടുത്തു. അപ്പക്കാരുടെ പ്രമാണി കൊല്ലപ്പെട്ടു. ആമേൻ. സ്തോത്രം. ജോലിയിലേക്ക് പ്രവേശിക്കുവാനായി കാരാഗ്രഹത്തിന്റെ വാതിൽ തുറന്ന് അയാളെ കൊണ്ടുപോകുമ്പോൾ യോസേഫ് പറഞ്ഞു, സാറേ സ്തോത്രം, എൻ്റെ കാര്യം കൂടെ എന്ന് ഓർക്കണേ. ജോലിയിലൊക്കെ പ്രവേശിക്കുമ്പോൾ എൻ്റെ കാര്യം കൂടെ. നമ്മൾ എത്രയോ ആളുകൾ നമ്മളങ്ങനെ സഹായിക്കുന്നു, പ്രതീക്ഷിച്ചിട്ടില്ലേ? സ്തോത്രം. എത്രയോ പേരോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആമേൻ സ്തോത്രം, എൻ്റെ കാര്യം കൂടെ ഒന്ന് നോക്കണേ. അയാളൊന്നും ഓർത്തില്ല. സ്തോത്രം. ആരും ഓർക്കാൻ പോകുന്നില്ല. ആരും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പോകുന്നില്ല. മനുഷ്യരങ്ങനെയാണ്. മനുഷ്യർ പൊതുവെ സ്വാർത്ഥരാണ്. അവർ അവരുടെ കാര്യം കഴിഞ്ഞാൽ അവർ മറ്റാരെക്കുറിച്ചും ബോധറാവുന്നവരല്ല. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സ്തോത്രം. എന്നിട്ട് പറയുന്നു, എന്നാൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, പാനപാത്രവാഹൻ മറന്നുപോയാലും നിങ്ങൾ സഹായിച്ചവർ തിരിച്ച് സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ട് അവർ സഹായിക്കാതെ നിങ്ങളെ മറന്നുപോയാൽ ഈ സമയത്തൊക്കെ സ്തോത്രം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന, നിങ്ങളുടെ ശുഭഭാവിയെക്കുറിച്ച് പദ്ധതി ആവിഷ്കരിക്കുന്ന, നിങ്ങളെക്കുറിച്ച് വിചാരപ്പെടുന്ന, നിങ്ങളെ ഒരു ശുഭഭാവിയിലേക്ക് കൊണ്ടുവരുവാൻ ആമേൻ പദ്ധതിയോട് കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്.
ആ ദൈവം ഒരിക്കലും മാറത്തില്ല ബ്രദർ. ആ ദൈവം ഒരിക്കലും മുഖം മറയ്ക്കുന്നവനല്ല. സ്തോത്രം. അവനൊരു സമയത്ത് പ്രവർത്തിക്കുന്നവനാണ്. അവയെ നമുക്ക് ഈ പ്രവാസികളോട് പറയാം. അവരും വിചാരിക്കുന്ന അവരോട് ഇത്രയും പ്രവാചകന്മാർ വന്നിട്ട് പറയുകയാണ്. അതിനെക്കുറിച്ച് കർത്താവിൻ്റെ 9-ാം വാക്യത്തിൽ 8-9 വാക്യത്തിൽ പറയുന്നു, നിങ്ങളുടെ ഇടയിലുള്ള നിങ്ങളുടെ പ്രവാചകന്മാരും പ്രശ്നക്കാരും നിങ്ങളെ ചതിക്കരുത്, നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങളെ കൂട്ടാക്കുകയും അരുത്. അവർ എൻ്റെ നാമത്തിൽ നിങ്ങളോട് ഭോഷ്ക് പ്രവചിക്കുന്നു, ഞാൻ അവരെ അയച്ചിട്ടില്ല. നമ്മൾ കഷ്ടത്തിലിരിക്കുമ്പോൾ ചില പ്രവാചകന്മാരോട് പറയാം, ഉടനെ വിടുതലുണ്ട്, ഉടനെ വിടുതൽ. ഈ മാസം 30-ാം തീയതി ഒരു വിടുതലുണ്ട്, ആമേൻ. അല്ലെങ്കിൽ അടുത്ത 3 മാസത്തിനുള്ളിൽ ഒരു വിടുതൽ. ഈ കറക്റ്റ് കണക്ക് കേൾക്കുമ്പോൾ നമ്മൾ ആകെ വീണു പോകും. സ്തോത്രം. നമ്മൾ അത് പ്രതീക്ഷിച്ചിരിക്കുക. എന്നാൽ പ്രവാസികളോട് ദൈവം പറഞ്ഞു, ആമേൻ, ഇങ്ങനെ പ്രവചിക്കുന്ന പ്രവാചകന്മാരൊന്നും നിങ്ങൾ കൂട്ടാക്കിയിട്ട് കാര്യമില്ല, നിങ്ങൾ പഠിച്ചിട്ടൊരു കാര്യമില്ല. നിങ്ങൾക്ക് വിടുതലുണ്ട്, പക്ഷേ അത് 70 വർഷത്തിന് ശേഷമാണ്. 70 വർഷം കൃത്യമായ ഒരു ടൈമുണ്ട് ദൈവത്തിൻ്റെ വിടുതലിന്. അപ്പം അന്നേരം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളിപ്പോൾ പ്രവാസികളായി ചെന്ന് താമസിക്കുന്ന ആ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. എന്ത് പ്രാർത്ഥിക്കണം? ആ ദേശത്ത് നന്മയുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. എന്തിന്? ആ ദേശത്ത് നന്മയുണ്ടായാലേ നിങ്ങൾക്ക് നന്മയുണ്ടാകത്തുള്ളൂ. സ്തോത്രം. അതിനുവേണ്ടി നിങ്ങൾക്ക് നന്മ വേണോ? ആ ദേശത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സ്തോത്രം. നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനങ്ങളിൽ നമ്മുടെ ദേശം, ആമേൻ, അന്യാരാധനയ്ക്ക് കുടികുത്തി വാഴുന്ന ദേശമായിരിക്കാം. പക്ഷേ നിങ്ങൾ അവിടെ ആക്കി വെച്ചിരിക്കുന്ന എന്തിനാണെന്നറിയാമോ? ആ ദേശത്തിൻ്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാനാ, ആ ദേശത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാ, ആ ദേശത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി പ്രാർത്ഥിക്കാനാ. ആ ദേശം, ആമേൻ, ആത്മീയവും ഭൗതികമായി അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാമോ? ആ ദേശം അനുഗ്രഹിക്കപ്പെടുമ്പോൾ നിങ്ങളും അനുഗ്രഹിക്കപ്പെടും. ആ ദേശം വിടുതൽ പ്രാപിക്കുമ്പോൾ അത് നിങ്ങൾക്കും ഒരു വിടുതലായിരിക്കും. കർത്താവ് പ്രവാസികളോട് പറഞ്ഞൊരു പാഠമാണത്. സ്തോത്രം. അല്ലാതെ നാളെ ഒന്നും വിടുതൽ എന്ന് പറഞ്ഞ് പഠിച്ചിട്ട് ഒരു കാര്യവുമില്ല, നടക്കത്തില്ല. 70 വർഷം കഴിയണം. സ്തോത്രം. അതിനുവേണ്ടി ദൈവം പദ്ധതികൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അടങ്ങിയിരിക്കാനും പാടില്ല. സ്തോത്രം. വിടുതലേതായാലും സമയം വെച്ചിരിക്കുന്നല്ലേ, എന്നാൽ പിന്നെ തന്നെ നടന്നോളൂ എന്ന് വിചാരിക്കണ്ട. നിങ്ങൾ എന്നോട് അപേക്ഷിച്ച് എൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. നിങ്ങൾ എന്നെ കണ്ടെത്തുവാൻ ഞാൻ ഇടയാക്കും. അപ്പോൾ എന്ത് വേണം? വിടുതലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അനങ്ങാതിരിക്കരുത്. സ്തോത്രം. 70 വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും ദൈവത്തിൻ്റെ ആ സമയം വരുന്നത് വരെ പ്രാർത്ഥിക്കണം. സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തെ നിങ്ങൾ കണ്ടെത്തും. കണ്ടെത്തുവാൻ ദൈവം ഇടയാക്കും. ആമേൻ. പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി സാഹചര്യങ്ങൾ ഒരുക്കുന്നൊരു ദൈവമുണ്ട്. പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി വഴി ഒരുക്കുന്നൊരു ദൈവമുണ്ട്. എന്നെ കണ്ടെത്തുവാൻ നിങ്ങളല്ല ഇടയാക്കുന്നത്, ഞാൻ ഇടയാക്കും. പക്ഷേ അതിനുള്ള കാരണം എന്താ? പ്രാർത്ഥനയാണ്. പ്രാർത്ഥിച്ചാൽ ദൈവം ചില കാര്യങ്ങൾക്ക് ഇടയുണ്ടാക്കും. സ്തോത്രം. അതുകൊണ്ട് ഞാൻ എൻ്റെ മെസ്സേജ് അവസാനിപ്പിക്കട്ടെ. താങ്കളുടെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാനൊന്ന് പറയട്ടെ. സ്തോത്രം. പ്രതീക്ഷയില്ലെന്ന് വിചാരിക്കണ്ട. ജീവിത സാഹചര്യങ്ങളെ നോക്കി ആമേൻ എല്ലാം തീർന്നെന്ന് വിചാരിക്കണ്ട. പ്രത്യാശ നഷ്ടപ്പെട്ട ചിന്തകളെ പാടെ ദൂരീകരിക്കുക. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം അതിനുവേണ്ടി തന്നെയാണ് ദൈവം നിങ്ങൾക്ക് വേണ്ടി വിചാരിക്കുന്നത്. മാതാപിതാക്കൾ ഒരു പക്ഷേ കൈവിട്ടേക്കാം, കൂട്ടുകാർ കൈവിട്ടേക്കാം, പ്രസ്ഥാനക്കാർ കൈവിട്ടേക്കാം, സഹായിക്കേണ്ടവരൊക്കെ മറന്നു പോയേക്കാം. പക്ഷേ സ്തോത്രം, നിങ്ങളെ വിചാരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കൂ, മുട്ടുമടക്കൂ. ആ ദൈവം നിന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തിക്കുവാൻ ഇടയാക്കും. അങ്ങനെ ഇടയാക്കുന്ന ഒരു ദൈവത്തിൽ ആശ്രയിക്കാം. ഗോഡ് ബ്ലെസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.